സൈനിക നീക്കത്തിന് ഖുർആൻ സൂക്തത്തിലെ വാക്ക് പേരാക്കി പാകിസ്ഥാൻ. ബുന്യാൻ ഉൻ മർസൂസ് എന്ന പേരിട്ടത് ആക്രമണത്തിന് ജിഹാദിന്റെ പരിവേഷമുണ്ടാക്കാൻ വേണ്ടിയാണ്. എല്ലാത്തിനും മതത്തെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ് പല മതരാഷ്ട്രങ്ങളും കുറച്ചുകാലമായി സ്വീകരിക്കുന്ന സമീപനം. ഇന്ത്യക്കെതിരെ അന്യായമായി നടത്തുന്ന സൈനിക നീക്കത്തിന് പാകിസ്ഥാനിട്ട പേര് ബുന്യാൻ ഉൻ മർസൂസ്. ഖുറാനിലെ സൂറത്തായ അസഫിലെ 14-ാം സൂക്തത്തിൽ നിന്നാണ് ഈ പേര്. ഒരു ഉറപ്പുള്ള ലോഹനിർമ്മിതിയിൽ എന്ന പോലെ ഉറച്ചുനിന്ന് അള്ളാഹുവിനു വേണ്ടി പോരാടുന്നവനെ അദ്ദേഹത്തിന് ഇഷ്ടമാണ് എന്നാണ് ഈ സൂക്തത്തിന്റെ അർത്ഥം. ഇതിലെ ഉറച്ച ലോഹനിർമ്മിതി എന്നർത്ഥമുള്ള വാക്കാണ് ബുന്യാനുൻ മർസൂസ്. ദിവസങ്ങളായി സർക്കാരിനെ എതിർക്കുന്ന യാഥാസ്ഥ്യ സംഘടനകൾ ഇന്ത്യയുമായി നടക്കുന്ന സംഘർഷത്തെ പാകിസ്ഥാൻ ജിഹാദാക്കി മാറ്റാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിക്കുന്നുണ്ടായിരുന്നു. വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ പാകിസ്ഥാൻ നടത്തുന്ന നീക്കമാണ് ഈ പേരിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യക്കെതിരെ നടക്കുന്ന നീക്കത്തിന് പ്രതിപക്ഷ സംഘടനകളുടെയോ മതസംഘടനകളുടെയോ പൂർണ്ണ പിന്തുണ ആർജിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ പാർലമെന്റിലടക്കം കടുത്ത വിമർശനമാണ് സർക്കാർ നേരിട്ടത്. ഖുറാനെ മുൻനിർത്തി ഒരു പേരിട്ട് വീണ്ടും മതവികാരം ഇളക്കിവിടാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നതെന്ന ആരോപണം രാജ്യത്തിനകത്ത് തന്നെ ഉയർന്നു കഴിഞ്ഞു. ജനപിന്തുണ ലഭിക്കാത്തതിലുള്ള പാകിസ്ഥാന്റെ ആത്മവിശ്വാസക്കുറവ് പ്രകടമാകുന്നതാണ് സൈനിക നീക്കത്തിന് പാകിസ്ഥാനിട്ട ഈ പേര്. ഇക്കാര്യത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റും ഊതികളും മറ്റും സ്വീകരിക്കുന്ന സമീപനമാണ് ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന പാകിസ്ഥാനും നടത്തുന്നതെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു.